മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറ് യാഥാർത്ഥ്യത്തിലേക്ക് എന്ന വാർത്ത വന്നതു മുതല് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും കൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഫാൻസ് അസോസിയേഷന്റെ മെമ്പർമാരായി കഴിഞ്ഞു എന്നുള്ളതാ യാഥാർത്ഥ്യം. ജാതി ഉളുപ്പില്ലായ്മയാ ഇവിടെ സകല പ്രമുഖ മാധ്യമങ്ങളും സകല പ്രതിപക്ഷ അംഗങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. എന്തൊക്കെ തരം ഒരു പറയാതെ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഷാനിയൊക്കെ ഉണ്ട്. പച്ചക്കള്ളം വിളിച്ചു വരുന്നു. പറയാൻ വയ്യെങ്കിൽ അങ്ങൊന്നും മിണ്ടാതിരുന്നുകൂടെ? എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തുന്നത്? ഷാനിയൊക്കെ പ്രോഗ്രാമിൽ തമ്പ് പോലും ഇട്ടിട്ടുള്ളത് ഇത്തരത്തിലാണ്. രാജ്യത്തിന്റെ പരമാധികാരം പ്രധാനമല്ലേ? ഇന്ത്യയുടെ തീരുമാനം ട്രംപ് പ്രഖ്യാപിക്കണോ? ഈ ട്രംപാണ് ഇന്ത്യന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ട്രംപാണ് സകലതും പറയുന്നത് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഷാനി മാത്രമാണോ? അകല മാധ്യമം. ഞാൻ മാതൃഭൂമിയുടെ ഒരു ന്യൂസ് കൊടുക്കാം. ഇന്ത്യ US വ്യാപാര കരാർ ഇന്ത്യ US വഴങ്ങി. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കാൻ അമേരിക്ക ഒരു പ്രത്യേക സമിതി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്താൽ അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ ഉത്തരവ്. നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും സകല പ്രതിപക്ഷ അംഗങ്ങളും കൂടിയിട്ട് ഇവിടെ ട്രംപിന്റെ ഫാൻസ് അസോസിയേഷൻ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് ജാതി കുയലൂത്ത ഈ നടത്തുന്നത്. ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായിട്ട് ഇത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് മികച്ചതാണ് എന്നൊക്കെ ചർച്ച പ്രത്യേകിച്ച് ഒരു റോക്കറ്റ് സയൻസിന്റെ ബുദ്ധിയൊന്നും വേണ്ട. വളരെ ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കൽ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും പണി എന്നുള്ളത് സകല സാധാരണക്കാർക്കും സകല മലയാളികൾക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ ട്രംപ് വിളിച്ചു പറയുന്നുണ്ട് എന്നാണല്ലോ ഇവർ നിരന്തരം ചർച്ചയിൽ വിളിച്ചു പറയുന്നത്. എന്ത്? റഷ്യയിൽ നിന്ന് ഇനി ഇന്ത്യ ഇറക്കുമതി ചെയ്യില്ല, എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്നൊക്കെ അമേരിക്ക പറയുന്നു എന്നല്ല പറയുന്നത്. അല്ല, ഡൊണാൾഡ് ട്രംപ് എത്ര കാലമായിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നു. നമ്മുടെ രാജ്യം, നമ്മുടെ കേന്ദ്ര സർക്കാർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഈ സമയം വരെ എന്തെങ്കിലും ഒരു നിലപാട് പ്രഖ്യാപിച്ചോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിൽ മധ്യസ്ഥത വഹിച്ചു എന്ന് ട്രംപ് എത്ര തവണ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിച്ചോ? ബോധമുള്ള ഒരാൾ പോലും അത് വിശ്വസിച്ചില്ല. അങ്ങനെ ലോകത്ത് എന്തൊക്കെ മണ്ടത്തരങ്ങൾ ഈ ട്രംപ് വിളിച്ചു പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അതൊക്കെ ഏറ്റുപിടിക്കലാണോ? അപ്പൊ ട്രംപ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുള്ള ആളുകളല്ലേ ഈ ട്രംപ് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് പൊക്കി പിടിച്ചെടുക്കുന്നത്? അല്ല, ട്രംപ് പറഞ്ഞ എല്ലാ കാര്യവും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും പൊക്കി പിടിക്കുന്നില്ല. അതിന്റെ ഒരു തെളിവോടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം. അതായത് കശ്മീർ, പാക് അധീന കശ്മീർ, പാക് ഓക്യുപ്പൈഡ് കശ്മീർ നമ്മുടെ രാജ്യത്തിന്റെ മാപ്പിലേക്ക് അമേരിക്ക കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ ഇത് നരേന്ദ്രമോദിയുടെ വിജയം, ഇത് ഇന്ത്യയുടെ വിജയം, ഇത് രാജ്യത്തിന്റെ വിജയം എന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇത് മാത്രാണോ? ചൈനയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട അക്സായ് ചിഹ്നം നമ്മുടെ ഭൂപടത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ചൈനയുടെ കയ്യിലുള്ള, പാകിസ്ഥാന്റെ കയ്യിലുള്ള നമ്മുടെ പ്രദേശങ്ങൾ, ഈ പാക് ഓക്യുപ്പൈഡ് കശ്മീരും ഈ പറയുന്ന അക്സായ് ചിഹ്നമൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടത്തിലേക്ക് അമേരിക്ക പുറത്തിറക്കി എന്ന് പറഞ്ഞ് ഇത് ട്രംപ് പറഞ്ഞു, ഇത് പൊളിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കൈയടിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമം? ഇല്ല, ആരുമില്ല. ഇനി 18% തീരുവ കുറച്ചോ? 50% നിന്ന് 25%, 25 നിന്ന് 18%. അതായത് 50% തീരുവ കൂട്ടിയ അമേരിക്ക 18% കുറച്ചതിനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒരു ഒറ്റ ചർച്ചയുള്ളൂ. അമേരിക്ക റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ എന്തൊക്കെ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ പ്രസിഡന്റ് ആണോ ഈ ഡൊണാൾഡ് ട്രംപ്? ഈ രാജ്യത്തിനൊരു പ്രധാനമന്ത്രിയുണ്ട്, ഈ രാജ്യത്തിനൊരു ശക്തമായ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ ഈ സമയം വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ തീരുമാനം എടുക്കുക? ഇവിടെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ
എങ്ങനെ ഈ പ്രമുഖ മാധ്യമങ്ങളിലെ ഓരോ അവതാരകർക്കോ പച്ചക്കള്ളം ഉളുപ്പില്ലാതെ പറയാൻ സാധിക്കുന്നത്? ഈ വ്യാപാര കരാറൊക്കെയായി ബന്ധപ്പെട്ട് എത്രത്തോളം മികച്ച നേട്ടമാ നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ രാജ്യം എത്ര സുന്ദരമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മുടെ രാജ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു വ്യാപാര കരാറിലേക്ക് നമ്മളും യൂറോപ്യൻ യൂണിയനും തമ്മിൽ എത്തിയതോടുകൂടിയല്ലേ ഈ അമേരിക്ക മുട്ടുമടക്കിയിട്ട് ഞങ്ങൾ 50% കൂട്ടിയത്, ഞങ്ങൾ 18 കുറച്ചോളാം, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാറിലേക്ക് എത്തിയാൽ മതിയെന്ന് ഈ അമേരിക്ക എന്തൊക്കെ ഇതിനു മുമ്പ് ബഹളുണ്ടാക്കി 25% തീരുവ കൂട്ടുമെന്ന് പറഞ്ഞു, അവര് കൂട്ടി, ആരെങ്കിലും മൈൻഡ് വെച്ചോ? 50% കൂട്ടുമെന്ന് പറഞ്ഞു, ആരെങ്കിലും മൈൻഡ് വെച്ചോ? നമ്മുടെ പ്രധാനമന്ത്രി മറുപണിയെടുത്ത് കൃത്യമായിട്ട് ചൈന, റഷ്യ, യൂറോപ്യൻ യൂണിയനൊക്കെ ആയിട്ട് വലിയ വ്യാപാര കരാറിലേക്ക് നമ്മുടെ രാജ്യമെത്തി. അതായത് ഈ കുരക്കുന്ന ആളുകളെ മൈൻഡ് വെക്കാതെ മുന്നോട്ട് പോവുക എന്നൊരു തന്ത്രം ലോകത്തുള്ളതാ. അത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ഭംഗിയായിട്ട് ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മുടെ രാജ്യം അതിൽ വിജയിച്ചു. ഏറ്റവും ഒടുവിൽ അമേരിക്ക നമുക്ക് മുന്നിൽ മുട്ടുമടക്കി. ഇത്രത്തോളം സംഭവിച്ചിട്ടോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന് മുന്നിൽ ലോകം തന്നെ കൈയടിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഗതി കെട്ടിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലോ ഇന്ത്യയുമായിട്ട് ഞങ്ങൾ ടൈപ്പിലേക്ക് എത്തി എന്ന് പറയാൻ എത്ര വലിയ തന്ത്രപ്പാടുകളാണ്, എത്രത്തോളമാണ് ഈ ട്രംപ് ഞങ്ങൾ ഇന്ത്യയുമായിട്ട് കരാറിൽ എത്തിയെന്ന് എത്ര തവണ വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് ഇതിലൂടെ ലോകത്തോട് ട്രംപ് വിളിച്ചു പറയുന്നത്? കരുത്തരായിട്ടുള്ള ഇന്ത്യയുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധമാണ്, അത് സ്ഥാപിക്കാനല്ലേ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ രാജ്യവിരുദ്ധരായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ അവതാരകർ ഉൾപ്പെടെ എന്തൊരു ആവേശം ഇവർക്ക്, എന്തൊരു ഉളുപ്പില്ലായ്മയാ. ഓരോ ആളുകളും ഇതൊക്കെ തന്നെ തിരിച്ചറിയണോ? നമ്മുടെ രാജ്യത്തൊരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉണ്ട്, ശക്തമായ കേന്ദ്ര സർക്കാർ സംവിധാനം. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വ്യാപാര കരാറുകൾ തലങ്ങും വിലങ്ങും നടക്കുകയും തീരുവ കൂട്ടുകയും അങ്ങനെ വലിയ രീതിയിൽ തൊട്ടയൽ രാജ്യങ്ങളിൽ കലാപങ്ങൾ പോലും വലിയ രീതിയിൽ ഉണ്ടായിട്ട് അവിടെയുള്ള പ്രധാനമന്ത്രിയെ പോലും ഓടിച്ച് ജൻസി പ്രക്ഷോഭം എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യത്ത്, തൊട്ടടുത്ത പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്ത് ആളുകൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ എന്തൊക്കെ ലോകത്ത് നടക്കുമ്പോഴും വ്യാപാര യുദ്ധമാണെങ്കിൽ അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തിയിട്ടോ നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും എത്താതെ ജനങ്ങൾ വലിയ സുരക്ഷയിലും സമാധാനത്തിലും നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിൽ മുന്നോട്ട് പോകുമ്പോ ഇവിടെ ഒന്നും സംഭവിക്കാത്തതാണോ മാധ്യമങ്ങൾക്ക് പ്രശ്നം? എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ സകലതിനെയും അമേരിക്ക നമുക്കെതിരെ ഏർപ്പെടുത്തിയ വ്യാപാര യുദ്ധത്തെ പോലും എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മറികടന്ന് നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഈ തെറ്റിയ സമയത്തല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വ്യാപാര കരാറിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ എത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെ ലോകം കൈയടിക്കുമ്പോ ഒരു ഉളുപ്പില്ലാതെ ഇവിടെ കുറെ പ്രമുഖ മാധ്യമങ്ങൾ US മുന്നിൽ ഇന്ത്യ ഒരു ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ഭാരതീയന്, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന്, ഏതെങ്കിലും ഒരു രാജ്യത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം മുട്ടുമടങ്ങി വഴങ്ങി എന്നൊക്കെ നാവ് കൊണ്ട് പറയാൻ സാധിക്കൂ? ഉളുപ്പില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയാ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ വളരെ വലിയ വിജയം തന്നെയാ. ഇതിനെ പോലും തോന്നിയതുപോലെ വിളിച്ചു പറയുന്നവർ രാജ്യത്തിനെതിരെ, രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ തന്നെ ഇത്തരം ആളുകൾക്ക് ലക്ഷ്യമുള്ളൂ എന്നുള്ളതും സകലരും തിരിച്ചറിയുക.